ഒരു വീഡിയോ ആണ് പോകുന്നത്. ആ വീഡിയോയുടെ പേരാണ് ദി ട്രെയിൻ ആൻഡ് മീ. എന്ന് വെച്ചാൽ ഞാൻ വേഴ്സസ് ട്രെയിൻ, ആർക്കാണ് സ്പീഡ് കൂടുതൽ. ഞാൻ പോകുന്നത് ഒരു ATV ബൈക്കിലാണ്, ട്രെയിൻ ആണെങ്കിൽ ഒരു മാനുവലിലല്ല പോണത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തേക്കാം, ഡയറക്റ്റ് വീട്ടിലോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ മച്ചവരെ, നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണം, കാരണം ഈ ട്രെയിൻ ചതിയനാണ്. പകുതി വെച്ചൊക്കെ ചിലപ്പോൾ സ്പീഡ് കൂട്ടിക്കളയും, അതുകൊണ്ട് നമ്മൾ പറപ്പിച്ചുകൂടിയാണ്. ഞാൻ വേണ്ട പിന്നെ കുഴപ്പമൊന്നുമില്ല അത്രക്കും. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ ട്രെയിൻ പാളത്തിൽ കൂടെ പോയി. ഈ ട്രെയിൻ പാളത്തിൽ ഒരിക്കലും പോകരുത്, ഈ ട്രെയിൻ രണ്ടെണ്ണത്തിൽ മാത്രമേ പോകാവുള്ളൂ. പിന്നെ ട്രെയിൻ പാളം പിന്തുടർന്ന് പോകാവുള്ളൂ. ആരാണ് ഇവിടെ ഫസ്റ്റ് എത്ര അവരായിരിക്കും ജയിക്കണം. ഒരു മിനിറ്റ് അവിടെ നോക്കട്ടെ, ആയിരിക്കും വേണ്ട. പതുക്കെ വരികയാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇന്നൊന്നും തീർത്തിട്ട് വെച്ചാലേ. നോക്കട്ടെ എൻ്റെ അവസ്ഥ. ഒയ്യൊന്ന് പതുക്കെയുടെ വന്നത് നിർത്തി കൊടുത്തേക്കാം, പഞ്ചവാവല്ലേ. എൻ്റെ ഉമ്മച്ചിയൊന്നും കാണല്ലോടാ. ഒക്കെ അടുത്ത് തിന്നി വിട്ടോ, കാരണം ഈ തവണ ഞാൻ അങ്ങനെ ചതിക്കത്തില്ല. നമ്മളിവിടെ തോപ്പിച്ചിരിക്കും, തോപ്പിച്ചിട്ട് ഉപ്പാടിലാക്കും. ട്രെയിൻ പറഞ്ഞാൽ പറപ്പിച്ചു വിട്ടേനി. ഒന്നും നോക്കട്ടെ, അവിടെ തുരങ്കം കാണുന്നുണ്ട്, അങ്ങോട്ട് പറപ്പിച്ചിട്ടേക്ക്. അവിടെ കൊള്ള. ഓ എപ്പോഴും പതുക്കിയതിനുണ്ട് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അച്ചാറ് അപ്പം നിങ്ങൾക്ക് സിറ്റിയിലുള്ള റൂട്ട് കിട്ടിയല്ലേ, ട്രെയിനിൽ കയറി പോന്നാൽ മതി, അല്ലെങ്കിൽ ട്രെയിൻ പാളത്തിൽ വല്ല വണ്ടി കൊണ്ടിങ്ങനെ പോന്നാലും മതി. ഇവിടെ വെച്ചാണ് വെച്ചാൽ അവനവൻ്റെ സ്പീഡ് കൂട്ടുന്നത്. ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഈ ട്രെയിൻ എപ്പോൾ ഇവിടെ വെച്ച് സ്പീഡ് കൂട്ടും. ഇവിടെ ഇതിനു മുമ്പ് വന്നേക്കുന്ന എല്ലാ മത്സരാർത്ഥികളും ഇങ്ങനെയാണ്, തോറ്റ് തോപ്പിട്ട് പോകും. നമ്മളങ്ങനെയല്ല, നമ്മൾ സ്റ്റണ്ട് മാനാണ്, എല്ലാത്തിനെയും വെടിവെച്ചുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടെ ഓടിക്കുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ക്യാമറ ഇട്ടേക്കണത്. ഇതിലിപ്പോൾ സ്പീഡ് കൂടി കാണും മച്ചാന്മാരെ, അവിടെ നമ്മൾ മൈൻഡ് ചെയ്തു. നമ്മൾ നേരെ വിട്ടേക്കണം. ഇനി അതപ്പോൾ ഇടിച്ച് കയറിയാണെങ്കില്ല. അതുകൊണ്ട് ഞാനൊന്നും നോക്കണ്ട, ഇത്ര നോക്കണമെന്നില്ല, കാരണം പോട്ടാൻ എപ്പോഴാണ് സ്പീഡ് കൂടുന്നതെന്ന് ആർക്കറിയാം. ഉച്ചമ്മ പിന്നെ തുരങ്കം കുറച്ച് തുരങ്കം തീരും ഇല്ലെന്നും പറയാൻ വന്നത് അപ്പം തന്നെ തീർന്നു. ഇനി പെട്ടെന്ന് നമ്മൾ എത്തുമായിരിക്കും, നോക്കി വെക്കട്ടെ. എന്തായാലും ട്രെയിൻ എവിടെ പോടെ ട്രെയിനിനെ പോലും കണ്ടല്ലോ വെച്ചാൽ നമ്മൾ ട്രെയിൻ ഓവർടേക്ക് ചെയ്തില്ലേ എപ്പോഴും ഇവർ. നമ്മൾ സന്തോഷിക്കുന്ന മഴ ട്രെയിൻ എപ്പോഴെങ്കിലും വരാം, അതാണ് കുഴപ്പം. മറ്റവർ നമ്മൾ പറപ്പിച്ചു വിടുക നമ്മുടെ ATVയിൽ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം. ലൈക്കും സബ്സ്ക്രൈബൊക്കെ വേണമെങ്കിൽ അടിച്ച് പൊട്ടിച്ചാൽ, അല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കണ്ട. ഏതായാലും പൊട്ടിക്കാൻ മാക്സിമം നമുക്ക്, കാരണം എനിക്ക് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഈ ട്രെയിൻ കൂടാ പഞ്ചപാണ്ഡവന്മാരെ പോലെ തന്നെ വിട്ടുകളയെ. അപ്പം എന്ത് വിട്ടുകളയാണെങ്കിലും നമ്മളെയൊക്കെ പഠിച്ചിട്ടുള്ള ഈ പടം ട്രെയിൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടുള്ള വെച്ചാൽ ഇതുവരെ അതിനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇത് ആദ്യമായിട്ട് ഞാൻ തോൽപ്പിക്കാൻ പറ്റും. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. റോട്ടിൽ കയറി നേരെ അതുവരെ പോയി. എൻ്റെ അനിയൻ ഇതുപോലെ ചെയ്ത് നോക്കി വെച്ചാൽ അപ്പം തന്നെ പോയി. പിന്നെ ട്രെയിനിൽ ഡ്രൈവറുണ്ട്, ഡ്രൈവറുടെ പേരാണ് ദേവൻ. അപ്പോൾ വെച്ചാൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മളൊന്ന് പുറകോട്ട് നോക്കിയൊക്കെ ഇനി ട്രെയിൻ പഞ്ചപാണ്ഡവൻ. അയ്യോ പഞ്ചപാണ്ഡവൻ പോലെ തന്നെ ഇത്ര ടൈം പറ്റില്ല. ഞാൻ ഇപ്പോൾ സ്റ്റേഷനെ വെയിറ്റ് ചെയ്യാം, ട്രെയിനെങ്കിലും വരട്ടെ. എന്നാലും വെയിറ്റ് ചെയ്യാതേക്കാം, അല്ലെങ്കിൽ പഞ്ചപാണ്ഡവനായി പോയി ഞാൻ. എൻ്റെ അമ്മച്ചി മര്യാദക്ക് ഇങ്ങോട്ടാക്കി എന്നോണ്ട് നമുക്ക് ഓക്കെ. ഇനി ഇങ്ങോട്ട് നോക്കിയിരിക്കാം. ഓ ഇതിനുള്ള മരത്തുന്നത് ഇത്. അല്ലെങ്കിൽ വേണ്ട, ഇനി പണി കിട്ടും, കാരണം എനിക്കെന്നെ പണി കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഇതെന്ന് പറഞ്ഞു. മെച്ചം നമ്മൾ ഈ വഴിയാണ് കറക്റ്റ് പോണത്, അതുകൊണ്ടൊന്നും പറ്റത്തില്ല. മച്ചവൻ ഉടനെ ഉടുക്കും കേട്ടോ ഈ ട്രെയിൻ. എടിയാണെന്ന് നോക്കട്ടെ. ഈ ട്രെയിൻ എന്ത് സ്ലോയാണ് ഇപ്പോൾ, കഴിഞ്ഞ മണിക്ക് പറ്റിച്ചു തുടങ്ങണം. നമ്മൾ ജുറാസിക് പാർക്ക് എത്താറായി. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്തേക്കാം. ഈ പഞ്ചപാണ്ഡവനെങ്കിലും കൂടെ ടൈം കൊടുക്കണ്ടേ. ഇന്ത്യ പാവമായി പോയി. നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ എടി, ഇവൻ എന്താണ് ഓവർടേക്കിൽ സിനിമനെ പോലെ തന്നെ പറപ്പിച്ചു വരികയുണ്ടോ.
ഓക്കെ അപ്പോൾ ചെറിയ നമ്മൾ പറപ്പിച്ചൂടെ ഈ പണ്ടാൻ ട്രെയിനിന് ഇത്രയൊന്നും വെട്ടിക്കാൻ അനുവദിക്കത്തില്ല. ഞാൻ എൻ്റെ ATV ഒരു മാച്ച് സ്പീഡ് വിടാൻ പോകുന്നു വെച്ചാൽ. അപ്പോൾ ഹൈ ക്വാളിറ്റി കോൺഫിഡൻസ് എല്ലാം അങ്ങാണ്ടി ഇതെങ്ങാണ്ടി വരുന്നുണ്ട്. നമുക്ക് നേരെ പോകാം. മെച്ചന്മാരെ നമ്മളിനെ കുറച്ച് പണിയാകാനുണ്ട്. എന്തായാലും നോക്കട്ടെ. അയ്യോ കാണല്ലോ ഒന്നും. പക്ഷെ പുറകിൽ നോക്കാൻ പറ്റിയില്ല. പനിയിടാം. ട്രെയിൻ പാളത്തിൽ കൂടെ ഓടിക്കണം. അതാണ് നമ്മൾ കുഴപ്പമില്ല. ട്രെയിൻ പാളത്തിൽ നിന്ന് അകലാത്തത് സ്റ്റേഷൻ എവിടെ എന്താ അറിയാണ്ടിരിക്കാനാണ്. കാരണം ജുറാസിക് പാർക്കിലൂടെ കരണ്ട് കയറി പോകും. അതുകൊണ്ടാണ് ഇവിടെ വന്നുണ്ട്. അയ്യോ എനിക്ക് തന്നെ ആരെങ്കിലും പുല്ല നല്ലത്. ട്രെയിൻ പാളമൊക്കെ കുറച്ച് പണിയാണ്. വണ്ടി കുലുങ്ങിയൊരു അവസ്ഥ ആയതുകൊണ്ടാണ് വരെ കോടാത്തത്. ഈ പണ്ടാരം ട്രെയിനിന് വെട്ടിക്കണമെന്ന് അനുവദിക്കുന്നില്ല. മച്ചന്മാര് ജുറാസിക് പാർക്കിൽ കയറരുത്. കയറി പോകുകയാണെങ്കിൽ ഞാൻ ടീച്ചേഴ്സിൻ്റെ വയറ്റിലായിരിക്കും. ട്രെയിനാണെങ്കിൽ ജയിച്ചിട്ട് കപ്പ് വാങ്ങിച്ചിരിക്കും. എന്നെ കപ്പടിച്ചിട്ട് പോകാൻ വേണ്ടി ഞാൻ അനുവദിക്കുന്നില്ല. കട്ടി അയ്യോ മെച്ചമ്മ നമ്മൾ കുറച്ച് നേരം എടുക്കണം. എന്തായാലും ജുറാസിക് പാർക്കിനോട് എത്തിയിട്ട് പേടിക്കണം. നമ്മൾ സ്റ്റേഷനിൽ എത്തി വെച്ചാരെ. ഓ സ്റ്റേഷനിൽ എത്തിയെന്ന് തോന്നുന്നു. അതിന് എത്തി ഇല്ലേ. സ്റ്റേഷനിൽ എത്തിയെന്ന് പറഞ്ഞ് ഞാനിരുന്നപ്പോൾ എത്തി കേട്ടോ. എത്തി പോവല്ലോ. പഞ്ചകൊണ്ടനല്ലേ. എന്ത് ചെയ്യാനാ. ഒന്നും ലോകമായി പോയില്ല. നമുക്ക് നോക്കാം. പഞ്ചപാണ്ഡവും വന്നുണ്ടായില്ലേന്ന്. ഓ വന്നുണ്ട്. നല്ല സ്പീഡിലാണ് വന്നത്. ഇത് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്. എന്തിപ്പോ തിക്കടി ഇപ്പം വന്നത്. ഓക്കെ ഇനി പുറത്തേക്ക് വെച്ചാൽ വരെ നമ്മൾ ഒന്ന് നോക്കണം. നമ്മൾ ചാണ്ടിയുടെ പറപ്പിച്ചിടും. നമ്മുടെ സ്റ്റണ്ട് മാൻ എന്നുള്ള അവാർഡ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കാര്യം. സ്റ്റേഷനിൽ എത്തി. ഇനി പഞ്ചപാണ്ഡവനാണെന്ന് നോക്കട്ടെ. എടോ ഇവ വിചാരിച്ചു വരേട്ടോ പഞ്ചപാണ്ഡവനാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ അവസാനത്തിൽ ഇപ്പോൾ ഫുൾ സ്പീഡ് എടുത്തോണ്ടോ പണി കിട്ടണമെന്ന് മതിയായിരുന്നു. ഓക്കെ ആ റോഡ് കഴിഞ്ഞാൽ മതി ഞാൻ ജയിച്ച്. ഓക്കെ ഇനി നൈസായിട്ട് ഇനി ഇവിടെ ഇരുന്നേക്കാം. ഓക്കെ പച്ചവരെ അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുകയാ. എന്തെങ്കിലും പറ്റിയോ? പോട്ടെ. തോറ്റയുടെ അങ്ങനത്തെ ഇടിക്കാൻ നോക്കിയാൽ നടന്നില്ല. എൻ്റെ ATV ഷോക്ക് അബ്സറാണ് രക്ഷിച്ച്. അപ്പം മച്ചന്മാരെ കളിയിൽ ജയിച്ചിരിക്കുകയാണ്. മച്ചന്മാരെ നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയണേ. ഞാൻ ഈ കളി ജയിച്ചിരിക്കുന്നു. ഞാൻ ഈ ചാലഞ്ചിൽ അക്സെപ്റ്റ് ചെയ്ത് ജയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് പോയി നോക്കാം. പിന്നെ ATV വേറെ വല്ല വണ്ടിയും വേണമെന്ന് അറിയത്തില്ല. ചാലഞ്ച് ചെയ്ത ആളുടെ അടുത്ത് പോയി പൈസ വെച്ചിട്ടില്ല. നമ്മുടെ ഓഫ് റോഡ് വണ്ടിയുടെ പവറുണ്ടോ. അപ്പോൾ വെച്ചാൽ ഇതാണ് ആ ഷോറൂമാണത് സ്ഥലം. ഓക്കെ സോറി അണ്ണാ. ഞാൻ പോയി പൈസ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ വെച്ചാൽ അവർ പറഞ്ഞത് നമ്മുടെ പ്രൈസ് സൈഡിലുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണെന്നാണ്. ആ സൈഡിൽ എന്താണെന്ന് അറിയില്ല. നോക്കണം. സർപ്രൈസ്. എൻ്റെ മോനെ ഇവിടെ ഗോൾഡൻ റോൾസ് റോയ്സ് നോക്കട്ടെ കയറി. ആദ്യമായിട്ട് റോൾസ് റോയ്സ് ഗോൾഡൻ കാണുന്നത്. അത് ഇത്ര പൈസ ഞാൻ പോലും കൊടുത്തില്ല. എൻ്റെ മോനെ. അപ്പം മച്ചന്മാരെ നമ്മുടെ ഈ ATV അതെ പറ്റിക്കൊണ്ട് കൊടുത്തത്. കാരണം അവരാണ് നമുക്ക് ATV വാങ്ങിച്ച് തന്നത്. പ്രൈസ് നമ്മുടെ ATVയിലുണ്ട്. അപ്പോൾ അത് അവർ തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മുടെ റോൾസ് റോയ്സ് എടുത്ത് പോയേക്കാം മച്ചന്മാരെ. പിന്നെ റോൾസ് റോയ്സ് എനിക്ക് ഓടിക്കാൻ പറഞ്ഞിട്ടാണ്. കെയർഫുള്ളി ഓടിക്കണം. അപ്പോൾ മച്ചന്മാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞേക്കണം. അപ്പോൾ ബ്ലാ 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 ബ്ലാ.